നമുക്കറിയാം, ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ മദ്രസകളൊക്കെ ആരംഭിക്കുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, നബിയെ അങ്ങ് പറയുക, അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരാകുമോ എന്നുള്ള പരിശുദ്ധമായ ഖുർആനിന്റെ അഭിസംബോധനത്തോടു കൂടെയാണ് ഞാൻ ഒരൽപ്പ കാര്യം മദ്രസവുമായി ബന്ധപ്പെട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിന്റെ സകലമായ കർമ്മങ്ങളെയും നമ്മുടെ ജീവിതത്തിന്റെ സകലമായ കാര്യങ്ങളൊക്കെയും നാം മനസ്സിലാക്കുമ്പോൾ, പഠിക്കുമ്പോൾ, അമലുകളാകട്ടെ, സൽക്കർമ്മങ്ങളാകട്ടെ, സാമൂഹികമായ ഇടപാടുകളാകട്ടെ, നമ്മുടെ വിശ്വാസത്തിന്റെ ബാധ്യതയാകട്ടെ, ഏതുമായാലും അതൊക്കെയും ബന്ധപ്പെട്ട് കിടക്കുന്നത് മദ്രസയുമായിട്ടാണ്. ഒന്നുകിൽ നമ്മുടെ പഠിതാക്കൾ പള്ളിക്കുടങ്ങളിൽ പോയി ഗുരുവര്യരുടെ നഗരങ്ങളിൽ നിന്ന് നിർഗളിക്കുന്ന ജ്ഞാനമുത്തുകളെ പെറുക്കിയെടുത്ത് അവിടെ നിന്നുണ്ടാകുന്ന വിജ്ഞാനങ്ങളെ മുഴുവനും ശേഖരിച്ച് നിസ്കരിക്കാൻ വന്ന് പള്ളിയിൽ വന്ന് അമലുകൾ ചെയ്ത് ജീവിച്ചവർ. അതിനുശേഷം മദ്രസ സമ്പ്രദായം എന്ന കാലം മുതൽക്ക് ക്ലാസുകളിലായി, സിലബസുകളിലായി നമ്മുടെ മക്കൾ പഠിക്കുന്നു. അവർ ദീനിനെ പറ്റി പരിചയപ്പെടുന്നു, ഇസ്ലാമിന്റെ സൽക്കർമ്മങ്ങളെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുന്നു. അങ്ങനെയാണ് നമ്മുടെ മുൻഗാമികൾ, ഇവിടെയുള്ള വാപ്പമാർ, ഇവിടെയുള്ള പല മക്കളും, ഇവിടെയുള്ള പല യുവാക്കളും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചതും. എന്തിനേറെ ഇന്ന് പള്ളിയിൽ വരാൻ വരെ അതിന് സാഹചര്യം വരെ ഒരുക്കിയത് ആ മദ്രസ സംവിധാനം എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, യജ്ഞമായ യാഥാർത്ഥ്യമാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് കേവലം മദ്രസ സമ്പ്രദായം എന്നുള്ളതും കേവലം മദ്രസ എന്നുള്ളതും 1-2 മണിക്കൂറോ നമ്മുടെ വിദ്യാർത്ഥികൾ വന്നിരുന്ന് പോകേണ്ട കേവല ചടങ്ങല്ല എന്നുള്ളതാണ്. മുൻകാലങ്ങളിൽ നമ്മുടെ വാപ്പമാർ, നമ്മുടെ പ്രപിതാക്കൾ ഗുരുവര്യരിൽ നിന്ന് കേട്ടുപഠിച്ച വിജ്ഞാനങ്ങളെ ശ്രമിക്കുമ്പോൾ, അവർ മണിക്കൂറുകളോളം പഠിച്ച അതിനൊക്കെയും മനസ്സിലാകുമ്പോൾ നമുക്ക് ചേർത്ത് വയ്ക്കാൻ പറ്റുന്നത്. ഒരുപക്ഷെ സ്കൂൾ വിദ്യാഭ്യാസം നമ്മുടെ മക്കളുടെ മതവിദ്യാഭ്യാസത്തിന് വല്ലാത്ത വിഘ്നം സൃഷ്ടിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് സാഹചര്യത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. നമുക്കറിയാം, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ സംബന്ധിച്ചിടത്തോളം വിശാലമായ കാര്യമാണ്. ഇതിനെക്കൊണ്ട് ഞാൻ കടക്കുന്നില്ല. പരിശുദ്ധമായ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മതവും ഭൗതികവും അത് രണ്ടും രണ്ട് തോതിലൂടെ കൊണ്ടുപോകണമെന്നല്ല. നമുക്കറിയാം, മുൻഗാമികളുടെ സ്പെയിനിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ആ സ്പെയിനിൽ നിന്നാണ് വലിയ വൈജ്ഞാനിക നവോത്ഥാനത്തിന്റെ മാറ്റങ്ങൾ സൃഷ്ടിച്ച അത്ഭുതങ്ങൾ ഉണ്ടായിരുന്ന ആളുകൾ ഉയർന്നു വന്നത് യാഥാർത്ഥ്യമാണ്. ആര് നിഷേധിച്ചാലും കൃത്യമായി വായനകളിലൂടെ ഒരു മനുഷ്യൻ സഞ്ചരിച്ചാലും അത് യാഥാർത്ഥ്യമായ കാര്യമാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പലപ്പോഴും ആരാണ് ഫ്ലൈൻ, അതായത് വിമാനം കണ്ടുപിടിച്ചത് എന്നുള്ള ചർച്ച വരുന്നുണ്ട്. പലപ്പോഴും റൈറ്റ് സഹോദരന്മാരാണ്, ബ്രദേഴ്സാണ് വിമാനം കണ്ടുപിടിച്ചത് എന്ന് പറയുമ്പോഴും റൈറ്റ് സഹോദരന്മാർക്ക് വർഷങ്ങൾക്ക് മുമ്പ് സ്പെയിനിന്റെ ഒരു മലയിൽ നിന്ന് മറ്റു മലയിലേക്ക് ഫെർനാൻഡസ് എന്ന് പറയുന്ന ഒരു മുസ്ലിം ശാസ്ത്രകാരൻ പറന്ന് തന്റെ ഇരു ഭാഗത്തേക്കും ചിറഞ്ഞു വെച്ച് പറന്നു പോയി അതിനെ ശ്രമിച്ചു. അവസാനം അദ്ദേഹം മരണപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിൽ ആ ചിന്തയാണ്, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഒരു കാലഘട്ടത്തിൽ റൈറ്റ് സഹോദരന്മാർക്ക് വിമാനം കണ്ടുപിടിക്കാൻ കാരണമായത് എങ്കിൽ ഞാൻ ചുരുക്കി പറയുകയാണ്, പരിശുദ്ധ ഇസ്ലാമിൽ മതവും ഭൗതികവും രണ്ട് ദ്വന്ദ്ങ്ങളായി, രണ്ട് വിഭാഗീയതയായി കിടക്കേണ്ട ഒന്നല്ല. എന്നാലോ അതിനപ്പുറമൊന്ന് ചിന്തിക്കുമ്പോൾ ഒന്ന് മുന്നോട്ടം നൽകേണ്ട ഒരു ഭാഗമാണ് മദ്രസ സമ്പ്രദായം. എങ്കിൽ നമ്മുടെ മക്കൾ CBSE സിലബസിൽ പഠിക്കുന്നവരുണ്ടാകാം, സ്റ്റേറ്റ് സിലബസിലൂടെ പഠിക്കുന്നവരുണ്ടാകാം, മറ്റൊരു കാര്യങ്ങളിലൊക്കെ വിദ്യാലയങ്ങളിലൊക്കെ പഠിക്കുന്ന നമ്മുടെ മക്കളുണ്ടാകാം. അവരൊക്കെ പഠിക്കുമ്പോഴും ഒരുപക്ഷെ അവരൊക്കെ വിദ്യാഭ്യാസത്തെ കുറിച്ച് പഠിക്കുമ്പോഴും ഒരുപക്ഷെ ഇവിടെയുള്ള വാപ്പമാരെ കുറിച്ച് അവർ പരിചയപ്പെടുന്നത് വാപ്പയും ഉമ്മയും വാപ്പയും എന്നുള്ളത് ഞങ്ങളെ പ്രസവിക്കപ്പെട്ട കേവലം കോശങ്ങളിലൂടെ, അതല്ലെങ്കിൽ ദീൻ പാസ് ചെയ്തുകൊണ്ട് ഉണ്ടായ DNA പാസ് ചെയ്തുകൊണ്ട് ഉണ്ടായ ഒരു കേവലം വ്യക്തികൾ എന്നുള്ളതാണ്. എന്നാൽ പരിശുദ്ധമായ ഇസ്ലാം പരിചയപ്പെടുത്തുന്നുണ്ട്, മദ്രസ സമ്പ്രദായം പരിചയപ്പെടുത്തുന്നുണ്ട്.
അള്ളാഹുവിന്റെ പാതയിലാണ് സ്വർഗം. ഉമ്മയെ സ്നേഹിക്കലാണ് ഏറ്റവും വലിയ കർമ്മം. തന്റെ ഇരു ചിറകുകളും തന്റെ മാതാവിനും പിതാവിനും വിരിച്ചു കൊടുക്കണമെന്ന് പരിചയപ്പെടുത്തുന്നത് അത് മദ്രസയിൽ നിന്ന് പഠിച്ചാൽ ലഭിക്കുന്ന വിജ്ഞാനമാണ് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, മദ്രസ സമ്പ്രദായത്തിന്റെ കൃത്യമായി നാം മുൻതൂക്കം നിൽക്കുകയും നല്ല വിശ്വാസികളായി മാറുകയും യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ നല്ല അടിമകളായി മാറുകയും ചെയ്യുമ്പോഴാണ് ഞാൻ നിങ്ങളും യഥാർത്ഥത്തിൽ ഒരു വിശ്വാസികളായി മാറുന്നത്. അതുകൊണ്ട് ഒരു പിടി പ്രാധാന്യത്തോടുകൂടി മദ്രസ സംവിധാനത്തെ നാം ഏറ്റെടുക്കുകയും ഒരൊറ്റ ഹദീസ് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, വൈലുൽ ലിഔലാദി ആദം, ആദം സന്തതികൾക്ക് നാശം തന്നെയാണ്. വൈലുൽ ലിഔലാദി ആദം, ആദം സന്തതികൾക്ക് വല്ലാത്ത നാശമാണ്. മിൻ ആബാഇഹിം, അവരുടെ പിതാക്കളിൽ നിന്ന്, അവരുടെ പിതാക്കന്മാരിൽ നിന്ന്. എങ്ങനെയാണ്? ആ ആദം സന്തതികളിൽപ്പെട്ട രക്ഷിതാക്കൾക്കും മാതാപിതാക്കൾക്കും ശാപമാണ്. എന്താണ് കാരണം? ആരാണ് രക്ഷിതാവ്? ആരാണ് വാപ്പ? ആരാണ് ഉമ്മ? തന്റെ മകൻക്ക് ഖുർആൻ പഠിപ്പിക്കാത്തവരാണ്. ഈ വാപ്പാലിപ്പന്നക്കുള്ള മദ്രസകളിൽ വിജ്ഞാനത്തെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന പള്ളിയിലെ മദ്രസകളിലെ ഉസ്താദന്മാർ പരിശുദ്ധമായ ഖുർആനിനെ പാരായണം ചെയ്തു കൊടുക്കുന്ന തന്റെ മകനെ മദ്രസയിലേക്കാതെ, തന്റെ മകനെ ദീനീ വിജ്ഞാനത്തിന്റെ കേന്ദ്രങ്ങളിലേക്കാതെ ഏതെങ്കിലും ഒരു കേവലം ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ കാരണം പറഞ്ഞ് ഈ വാപ്പാലിപ്പന്നക്കുള്ള ഏതെങ്കിലും ഒരു ഉമ്മ, ഏതെങ്കിലും ഒരു വാപ്പ തന്റെ മക്കളെ മദ്രസയിലേക്കാത്തവരുണ്ട്. ആലോചിച്ചു കൊള്ളുക, വല്ലാത്ത നാശം തന്നെയാണ്. ഇത് മാത്രമല്ല, ആ മക്കൾക്കാണെങ്കിലോ അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുമില്ല. അങ്ങനെയുള്ള മാതാപിതാക്കൾ ആരാണ്? അവർക്കാണ് നാശം തന്നെ. എന്ന് മാത്രമല്ല, നിസ്കാരത്തെ കുറിച്ച് പരിചയപ്പെടുത്തുന്നില്ല, മറ്റു കാര്യങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തുന്നില്ല. എന്നാലും അവരെന്തായി മാറുന്നു? എന്ന് മാത്രമാണോ? അവർ വിഡ്ഢികളായി, അവർ ഏറ്റവും വലിയ വിഡ്ഢികളായി നമ്മുടെ മക്കൾ മാറുമ്പോൾ അതിന് കാരണമായി മാറുന്നത് ആരാണ്? രക്ഷിതാക്കളാണ്. എന്ന് മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത്, ആ വിഭാഗത്തിനെ തൊട്ട്, അത്തരത്തിലുള്ള രക്ഷിതാക്കളെ തൊട്ട് ഞാൻ ഒഴിവാണെന്ന് ആദരവായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുമ്പോൾ മുഅ്മിനീങ്ങളെ, വിശാലമാണ് കാര്യം, ഗൗരവമാണ് കാര്യം, ഏറെ കൂലംകുശമായി ചിന്തിക്കേണ്ട കാര്യമാണ് മദ്രസ വിദ്യാഭ്യാസം എന്നുള്ളത്. നമ്മുടെ മക്കളുടെ വിജ്ഞാനം എന്നുള്ളത്, നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം എന്നുള്ളത്, അവർക്ക് മതബോധം നൽകുക എന്നുള്ളത് ഒരുപക്ഷെ ചരിത്രങ്ങൾ നമ്മുടെ മക്കൾ ഭൗതിക വിദ്യാഭ്യാസത്തിൽ നിന്ന് പഠിച്ചേക്കാം, മറ്റു കാര്യങ്ങളൊക്കെയും പഠിച്ചേക്കാം. എന്നാലോ കടന്നു വരുന്നത് വലിയവനാണെന്ന് അറിഞ്ഞാൽ എഴുന്നേറ്റ് നിൽക്കണമെന്നും, തന്റെ ഉമ്മയെ ചേർത്തെടുക്കണമെന്നും, തന്റെ സഹോദരനെ തോളോട് ചേർത്തെടുക്കണമെന്നും, തന്റെ ഉപ്പയെ ചേർത്തെടുക്കണമെന്നും പഠിപ്പിക്കുന്നത് അത് ഒരു സിലബസിൽ നിന്നും ലഭിക്കില്ല. അത് ലഭിക്കണമെങ്കിൽ അഖ്ലാഖ് പഠിക്കണം, അത് ലഭിക്കണമെങ്കിൽ ഖുർആൻ പഠിക്കണം, അത് ലഭിക്കണമെങ്കിൽ അഖീദ എന്ന് കാണണം, അത് പഠിക്കണമെങ്കിൽ മുൻഗാമികളാകുന്ന ചരിത്രകാരന്മാരുടെ ചരിത്രങ്ങൾ അയവിറക്കുന്ന താരീഖൊക്കെ പാരായണം ചെയ്തു കൊടുക്കണം. അത് ലഭ്യമാകണമെങ്കിൽ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ഒന്ന് ആലോചിക്കുക, മദ്രസയിലേക്ക് നമ്മുടെ മക്കൾ വരണം. അങ്ങനെ വന്നാലേ അത് കൃത്യമായി ലഭിക്കുകയുള്ളൂ. എന്ന് മാത്രമല്ല, ഞാനും നിങ്ങളും മരണപ്പെടുമ്പോ, ഒരുപക്ഷെ ഞാനും നിങ്ങളും ഒന്ന് മരണപ്പെടുമ്പോ, അവസാനം മരണപ്പെട്ടുകൊണ്ട് കബറിടത്തിലേക്ക് നമ്മുടെ ഭൗതിക ശരീരത്തിൽ വെക്കുമ്പോ ഒരുപക്ഷെ നമ്മുടെ മക്കൾ വലിയ അറ്റപ്പറ്റായിരിക്കാം, അതല്ലെങ്കിൽ MBBS ഏറ്റവും ഉയർന്ന റാങ്കോടുകൂടി പാസ്സായവരായിരിക്കാം, അതല്ലെങ്കിൽ PhD റാങ്ക് ഹോൾഡറായിരിക്കാം. എല്ലാം ആയിരിക്കട്ടെ, ഒന്ന് ഫാത്തിഹ ഓതാൻ, ഒന്ന് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു എന്ന് ആത്മാർത്ഥമായി സജലങ്ങളായ കണ്ണുമായി നിങ്ങളുടെ ഹൃദയമായി ഒന്ന് പടച്ചറപ്പിന്റെ മുന്നിൽ ഇമാമത്ത് നിന്നുകൊണ്ട് ഒന്ന് പ്രാർത്ഥിക്കാനുള്ള വിദ്യാഭ്യാസം പോലും നമ്മുടെ മക്കൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ മുഅ്മിനേ, ഞാൻ നിങ്ങളും അവസാനം കബറിടത്തിലേക്ക് പോകുമ്പോ, മരണപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് മാലാഖമാർ വരുമ്പോ, അവസാനമെല്ലാം കഴിഞ്ഞ് പരലോകത്തെത്തുമ്പോ, ആ മക്കളുടെ സാധനത്തെ കഴിയുമ്പോ, അവസാനം നിന്മകളുടെ ഒരു ലംഘന പോലും ഇല്ലാത്ത കേവലം ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ ആളുകളായി നമ്മുടെ മക്കളെ മാറുമ്പോ, അവസാനം ആ മകൾ ഞങ്ങൾ ചേർത്ത് വെച്ച മകൻ, അത് MBBS-ന് വേണ്ടി, നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി, വർഷങ്ങൾ എൻട്രൻസിന് വേണ്ടി ചെലവഴിച്ച വാപ്പ, ആ
വാപ്പയുടെ മുഖത്ത് നോക്കി ആ മകൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ആ മകൻ കുഞ്ഞുമോൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അല്ല എന്നെ പഠിപ്പിച്ചത് ഇയാളാണ്. മദ്രസ ഉണ്ടാകുമ്പോ ഈ വാപ്പാലിപ്പിന്നൊക്കെ മദ്രസ സജീവമായി നടക്കുമ്പോ പള്ളികളിൽ ഉസ്താദന്മാർ വാദ പറയുമ്പോ ക്ലാസുകൾ എടുക്കുമ്പോ അതിനൊന്നും വിടാതെ ഏതെങ്കിലും ഒരു എൻട്രൻസ് എക്സാമിനോ മറ്റോ കാര്യങ്ങൾക്ക് വേണ്ടി 1000 ചെലവഴിച്ചതാരെന്നറിയുമോ? ഈ വാപ്പയാണെന്ന്. അതുകൊണ്ട് ആദ്യം ഈ വാപ്പയെ പോയി നരകത്തിലിട് എന്ന് നമ്മുടെ മക്കൾ നമ്മുടെ വരുന്നുണ്ട് എങ്കിൽ അതിനുള്ള കാരണവും കാര്യങ്ങളുമാണ്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മദ്രസാ സമ്പ്രദായം അത് ചെറുതല്ല മുഅ്മിനീങ്ങളെ, അത് ബഹുലമായി നടക്കണം. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ പള്ളിയുടെ കീഴിലുള്ള മദ്രസകൾ നാളെ രാവിലെ 7 മണിക്ക് ഇൻഷാ അല്ലാഹ് പ്രവേശനോത്സവം നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ നാട്ടുകാരെല്ലാവരും നമ്മുടെ നാട്ടിലുള്ള രക്ഷിതാക്കളും എല്ലാവരും കടന്നു വന്ന് അതിനെ വളരെ മനോഹരമാക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കൾ ആദ്യക്ഷരം പഠിക്കാൻ വേണ്ടി മദ്രസയിലേക്ക് കടന്നു വരുമ്പോൾ അതിനൊരു വല്ലാത്ത ഒരു അനുഭൂതിയോടെ അവർക്ക് കാണിക്കാൻ വേണ്ടി രംഗത്തിറങ്ങേണ്ടത് കമ്മിറ്റി ഭാരവാഹികളും നാട്ടുകാരും എല്ലാ രക്ഷിതാക്കളും എല്ലാവരുമാണ്. അതുകൊണ്ട് ക്ഷമ ചോദിക്കുകയാണ്. അവസാനമായി വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, മദ്രസാ സമ്പ്രദായം അത് നല്ല രീതിയിൽ കൊണ്ടുപോകേണ്ടവരാണ്.